ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രകൃതിയോടിണങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്പേസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. കാണുമ്പോൾ അത് നല്ലൊരു വയലായിട്ടാണ് കേട്ടോ തോന്നുക. ആ വയലിലാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്ത് എടുത്തിട്ടുള്ളതേ. നമ്മളൊരു എൻട്രി ഫീ ഉണ്ട്, 20 രൂപ അങ്ങനെ ഉണ്ട്. അത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. കുട്ടികൾക്കൊക്കെ ആയാലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ, അതുപോലെ സ്ലൈഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വലിയവർക്കായാലും കുറേ നേരം നമുക്കൊരു കാമായിട്ടുള്ളൊരു പ്ലേസിലൊക്കെ വന്നിട്ട് ഇരിക്കണം, കുറേ നേരം സംസാരിച്ചിരിക്കണം, കുറച്ച് നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയാണേ. നമ്മൾ ഒരുപാട് ടൈം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഓടി കളിക്കാനും നമ്മൾ എന്താ പറയുക, ഒരു പ്രകൃതിയിൽ ഉള്ള ആ ഒരു സ്ഥലത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ഒരു ഫുൾ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള, നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ നനയ്ക്കുന്നൊരു സംഭവം, അതുപോലെ ഒരു ചെറിയൊരു താമസിക്കുന്നൊരു സംഭവം, അങ്ങനത്തെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതിലേറെ നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ അവർ പല രീതിയിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫുഡ് കോർട്ട് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റിയ, മഴ പെയ്താലും നമുക്ക് ഇവിടെ കയറി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊരുണ്ട് വലിയൊരു കുളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പെഡൽ ബോട്ടിങ് അവർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളതുണ്ട്. പിന്നെ ഊഞ്ഞാൽ, അത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, ലവ് ബേർഡ്സുകൾ, പിന്നെ മീൻ, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. പിന്നെ നമ്മളെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ കയറാം. 3-4 ഹോഴ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ആ കാണുന്നതാണ് നമ്മളെ ഫുഡ് കോർട്ടാണ് അപ്പുറത്ത് കാണുന്നത്. അങ്ങനെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം, വലിയ ആളുകൾക്കും എൻജോയ് ചെയ്യാനും ഒക്കെ. നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നേരം ശാന്തമായിട്ടുള്ള കുറച്ച് ഒരു സ്പേസിൽ വന്നിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതെന്ത് സ്ഥലമാണ്, ഒരു വയൽ മാത്രമാണല്ലോ എന്ന് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമുക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നുക. പിന്നെ ഇവിടെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു ആമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ചെടികളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നു. ഇനി അടുത്തൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു ഇതിലുള്ള പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഫുഡ് കോർട്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചായയൊക്കെ ഉണ്ട്, പിന്നെ ഐസ്ക്രീമുകളുണ്ട്, ജ്യൂസുകളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, കതിർ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളെ നിലമ്പൂരിലാണ് കേട്ടോ ഈ കതിരുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ടോ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളെ പണ്ടുള്ള കാലത്തുള്ള തറവാട് വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടോ അത്. പിന്നെ ഒരു വലിയൊരു ബോട്ട് കണ്ടോ, അതിലൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഇതാണ് നമ്മളെ ഒരു പാലാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ. തൂക്കുപാലാണേ. അപ്പോൾ ഈ ഒരു തൂക്കുപാലം കടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതിലേതാ നമ്മൾ പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. 100 രൂപയൊക്കെയാണ് ആ ബോട്ടിൽ കയറാം. ഒരാൾക്ക് 50 രൂപയോ അങ്ങനെ എന്തോ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചുറ്റും ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും. അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും എത്ര ആളുകൾ വന്നാലും നമുക്ക് എവിടെ വേണമെങ്കിൽ നിൽക്കാം, അത്രയും സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിതാ ഈ പെഡൽ ബോട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നതേ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പിന്നെ ഓടി വരികയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ അവർ കയറി, അവർ ഫുള്ളായിട്ട് മഴയൊക്കെ നനഞ്ഞിട്ടാണ് കേട്ടോ ഈ ബോട്ടിലൊക്കെ കയറിയത്. ഇവിടെ നിന്നാണ് കേട്ടോ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യണേ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചുറ്റി ഇങ്ങനെ വരാൻ പറ്റും. അവരിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ പകുതി എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തു, ഫുൾ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ മഴ ചാർന്നത് കണ്ടപ്പോൾ തന്നെ വേഗം ഒരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോൾ അത് ആ ഒരു ഫാമിലിക്ക് 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വെർത്താണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല മഴ പെയ്തു. അപ്പോൾ മഴയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ഒരു വെള്ളത്തിലൊരു പാറയുണ്ട്, ആ പാറയിലേക്കൊരു പാലം അവരിട്ടിട്ടുണ്ട്.
അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയുള്ള ദിവസം പോകുമ്പോൾ ഒരു വേറൊരു വൈബാണല്ലോ. എന്തായാലും നമ്മൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അതിലൊക്കെ ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. നമ്മൾ പിന്നെ ഉച്ച സമയമൊക്കെ കഴിഞ്ഞ് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതുവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു കളിക്കുന്നതിൽ ചെറിയ കുട്ടികൾക്ക് എന്ന് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യാം കേട്ടോ. അധികം വലിയ ആൾക്കാർ എല്ലാവരും ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാം, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. നിലമ്പൂരിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഈ ഒരു സ്പേസിലേക്കൊന്ന് പോയി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും ഒന്ന് പോയി നോക്കണം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയിരുന്നു നമ്മൾ പോകുന്നപ്പോൾ. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.